ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ തുണി, ഇതാണ് പാൻറ്റിൻ്റെ തുണി കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറയാം, ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, ഇതൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ നോർമലി ഒരു ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4ആയിട്ട് എങ്ങനെയാണോ ഫോൾഡ് ചെയ്തിടുന്നത്, സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ഞാൻ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോള് കണ്ടുപിടിക്കണം. ആം ഹോളിൻ്റെ ലെങ്ത് ഞാനിവിടെ 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ ഒരു ഭാഗം കണ്ടുപിടിക്കണം. അത് നമുക്ക് 9 വരുന്നത്. 9ൻ്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ഇടുക. അങ്ങനെ ടോട്ടൽ 11 ഇഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതൊന്ന് നീട്ടി വരച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ഇറക്കി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ അവിടേക്ക് തന്നെ ഞാൻ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വെച്ചിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച്, ഞാനൊരു 3/4 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് മുകളിലേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കർവ് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ആം ഹോളാണ് കേട്ടോ. എന്നിട്ട് ആ സെയിം സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കി ഒന്നുകൂടി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റൗണ്ടിന് വരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വരച്ചത് ബാക്ക് ആം ഹോളാണ്. രണ്ടാമത് നമ്മൾ വരച്ചത് ഫ്രണ്ടിലേക്കുള്ളത് ആണ് കേട്ടോ. എന്നിട്ട് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 10.5 ഇഞ്ച്. എന്നിട്ട് മുകളിൽ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ചെസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിച്ചെടുത്തുനിന്ന് നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കുന്നത്. അതൊരു 14 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 13.75 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ആ ഒരു ഭാഗത്തേക്കുള്ള വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഞാനൊരു 11.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഫസ്റ്റിൽ ചിലർ തുടങ്ങുമ്പോൾ തന്നെ ഫുൾ ലെങ്ത്ത് വരച്ചിടാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇനിയാണ് ഫുൾ ലെങ്ത്ത് ചെയ്യുന്നത്. ഫുൾ ലെങ്ത്ത് നമുക്ക് ഒരു 44 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നോർമലി അയാളുടെ ടോപ്പിനൊക്കെ ഞാനൊരു 41.5 അല്ലെങ്കിൽ 42 എടുക്കാറുള്ളത്. ഇത് കുറച്ചുകൂടി ഇട്ടിരിക്കുന്നുണ്ട്. കാരണം കുറച്ച് ലെങ്ത്തിൽ വരുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും എന്ന് കരുതിയിട്ടാണ് കേട്ടോ 41.5 ആദ്യം ഞാൻ ഇട്ടെങ്കിലും ഒന്നുകൂടി കുറച്ചുകൂടി ലെങ്ത്ത് വരാം എന്ന് കരുതിയിട്ട് 44 ആക്കിയിട്ടുണ്ട്. ആൾക്ക് കുറച്ച് ലെങ്ത്തിലുള്ള ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഈ 44 അധികം ലെങ്തായി പോവില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റിലൂടെ ഒന്ന് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ തുണിയിലൊക്കെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തുണിയുടെ ചീത്ത വശത്ത് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ലെങ്ത്തിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന് താഴേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ താഴത്തും നമ്മൾ എവിടം വരെ അങ്ങ് അറ്റം വരെ ഞാൻ എടുക്കുന്നില്ല, അതൊരു വൃത്തികേടായിട്ട് വരും. അതുകൊണ്ട് അപ്പോൾ ഒരു 11.5 ഞാൻ എടുത്തിരിക്കുന്നത്. 11.5 കൂടെ ഒരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ 11.5 പ്ലസ് 1 ഇഞ്ച് 12.5 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അതിലേക്ക് കറക്റ്റായിട്ടൊന്ന്
മാർക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് അതൊരു 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 6.25 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 6.25 എടുത്തു. ഇനി നമുക്ക് ആ താഴത്തെ പോർഷനിലും 3 ഇഞ്ചാണോ നമ്മൾ എടുക്കുന്നതെന്നുള്ളതൊന്ന് നോക്കണം. എന്നിട്ട് ഇതാ ഇങ്ങനെ നോക്കുക 3 ഇഞ്ചാണോ എടുത്തതെന്നുള്ളത്. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടേപ്പ് വെച്ചിട്ടൊരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ റൗണ്ട് ഷേപ്പ് ഒരു കർവ് പോലൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ആം ഹോൾ ചെയ്തില്ലേ അതുപോലെ. പക്ഷെ ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഈ സെയിം നമ്മൾ നെക്ക് വിഡ്ത്താണ് എടുക്കുന്നത്. അതിലേക്ക് ഇറക്കം ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. 2.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് അതും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബോക്സ് പോലെ വരയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ഒരു റൗണ്ട് ഷേപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതാ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒരു ലൈൻ പോലെ വരയ്ക്കാം. അപ്പോൾ ഇത്രയായപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ഈ ഒരു നമ്മളെല്ലാം അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്കിലേക്കുള്ള കാര്യങ്ങളാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ നെക്ക് ഞാൻ ഇപ്പോഴേ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് മുതലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അതായത് ബാക്ക് നെക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ 2 പീസും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തുകൂടി ആം ഹോളും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആം ഹോള് ഒന്നുകൂടി ഒന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നെക്കാണ് വെട്ടി മാറ്റുന്നത്.
ഇതാ ഇതൊന്ന് ചെറുതായിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കി ഒന്ന് വരച്ച് വെച്ചിരിപ്പില്ലായിരുന്നോ, അതിലേക്ക് കൂടി ഒന്ന് കുഴിച്ച് വെട്ടുക. ഇനി ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് മടക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാലൻസ് തുണി ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് വേണ്ടതൊരു 16.5 ഇഞ്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതെന്തായാലും 16.5 ഇഞ്ച് കാണില്ല. അപ്പോൾ നമുക്ക് ബാലൻസ് കുറച്ച് തുണി വച്ച് ചേർക്കേണ്ടി വരും. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു 13 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 13 ഇഞ്ച് അതേപോലെ നിർത്തിക്കൊണ്ട് നമുക്കൊന്ന് സ്ലീവ് വെട്ടിയെടുക്കാം. ബാക്കി നമുക്ക് തുണി വെച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ 13 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ച് വീതം 2 സൈഡിൽ നിന്നും തയ്യൽ തുമ്പ് പോകും. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് താഴേക്ക് ഒരു 5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നമ്മളൊരു 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നില്ല, അവിടേക്ക് നമ്മൾ ഒന്ന് വളച്ച് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ, അതായത് സ്ലീവിൻ്റെ ഷേപ്പിന്. ഇനി താഴത്ത് നമുക്ക് ഒരു 6.25 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് താഴത്തും ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഒരു 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് വെട്ടിയെടുക്കണം. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യാം. പിന്നെ ഇതിന് നീളം പോരാത്തത് കാരണം കുറച്ച് തുണി വയ്ക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ലാസ്റ്റ് പാൻറ്റ് വെട്ടിയതിന് ശേഷമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തുണികൾ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ക്രോസ് പീസ് പോലെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടോപ്പിന് ലൈനിങ് വെക്കുന്നില്ല, അപ്പോൾ നെക്കിൻ്റെ ആ ഒരു പോർഷനിലൊക്കെ ക്രോസ് പീസ് പോലെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പാൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ടിരിക്കുക. ഇതും സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ പാൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തിടുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. 4 ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അളവുകളെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. അത് 37.5 ഇഞ്ചാണ്. അതായത് നമ്മൾ പാൻറ്റ് ഇടുന്ന ആ ഒരു പോർഷനിൽ 37.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് 4 എടുത്തിട്ട് നമുക്കതിൻ്റെ അളവറിയണം. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് 9.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പൊക്കെ പോകുമല്ലോ, അങ്ങനെ 9.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെങ്ത്ത് നമുക്ക് 33 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടി വന്നിട്ടുള്ളത്. ആ 33ൻ്റെ കൂടെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട്. അപ്പോൾ 36 ഇഞ്ച് ഉണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു അറ്റത്തും ഞാൻ ഈ 2 അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഈ ഒരു 9.5 നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴത്തേക്ക് ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത്ത് ഒരു 15 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 15 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 2 ഇഞ്ച് അങ്ങോട്ടേക്ക് നീട്ടി വരച്ചിട്ടുണ്ട്. ഇതൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുകളിലത്തെ ആ ഒരു 2 പോയിൻറ്റ്സും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ. ഇനി ഇവിടെ ഈ ഒരു ക്രോച്ച് ഏരിയ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ച് വരയ്ക്കാം. ഒരുപാട് കുഴിച്ചെടുക്കണ്ട, ജസ്റ്റ് അങ്ങനെ ഒന്ന് വരച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ താഴത്തെ ലെങ്ത്ത് നമുക്ക് സാധാരണഗതിയിൽ ഒരു 7, 7.5, 8 ഇഞ്ചൊക്കെ മതിയായിരിക്കും. പക്ഷെ ഞാനിവിടെ നല്ല വീച്ച് വരുന്ന രീതിയിലാണ് താഴത്തും എടുക്കുന്നത്, നല്ല ലൂസിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 10.5 ഞാൻ മുകളിലത്തെ ആ ഒരു ലൈനിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴത്ത് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ഒരു 11.5 അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് താപ്പോട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നല്ല അത്യാവശ്യം നല്ല ലൂസ് വരുന്നൊരു പാൻറ്റാണ് കേട്ടോ. നമ്മുടെ പലാസോ പോലത്തെ പാൻറ്റാണ് തയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു 11.5 മാർക്ക് ചെയ്തെടുത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്, ഉണ്ടോ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ ഈ ഒരു മുകൾ വശത്ത് അത് ജോയിൻ്റ് ആയിരിക്കും, അതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കണം കേട്ടോ. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് ഇത് 2ആയിട്ട് ഫോൾഡായിട്ടിരിക്കുകയാണ്. ഇവിടത്തേക്ക് മുകളിലത്തെ ബെൽറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഇഞ്ച് വീതിയിൽ ഒരു 4 ഇഞ്ച് വീതിയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീളം അത്യാവശ്യം നല്ല നീളത്തിലെടുക്കുക. അതായത് നമ്മൾ ബാക്കിൽ മാത്രമേ ഇലാസ്റ്റിക് വെക്കുന്നുള്ളൂ, ഫ്രണ്ടിൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഹിപ്പ് റൗണ്ട് വന്നിരിക്കുന്നത് 37.5 ഇഞ്ചാണ്. അപ്പോൾ 37.5 ഇഞ്ച് മാത്രം പോരാ, നമുക്കത് കുറച്ചുകൂടി ഒന്ന് കൂടുതലായിട്ട് വേണം എടുക്കേണ്ടത്. കാരണം ഇലാസ്റ്റിക് വയ്ക്കുമ്പോൾ അത് നമുക്കിങ്ങനെ ചുരുങ്ങി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 42 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 42ൻ്റെ പകുതി 21 ഇഞ്ച് അത് ഞാൻ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീതി 4 ഇഞ്ച് തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടിയും ഒന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇങ്ങനൊന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ബാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇതൊന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇലാസ്റ്റിക് വെക്കുന്നില്ല, ബാക്കിൽ മാത്രമേ ഇലാസ്റ്റിക് വെക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു പീസ് തുണി കൂടി എടുക്കുന്നുണ്ട് ബാക്കിലേക്ക് വേണ്ടിയിട്ട്. അധികം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് കട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ, അങ്ങനെ. പിന്നെ വേറൊരു തുണി ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു 4 ഇഞ്ച് വീതിയിലെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഇതാ ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോവാണ്. 16.5 ഇഞ്ചാണ് വേണ്ടത്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എന്തായാലും 1/4 ഇഞ്ച് വീതം പോകും. അപ്പോൾ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തുണി ഒന്നിനി ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ 4 പീസ് വരും. ഇങ്ങനെ എന്നിട്ട് ഇവിടേക്കും കൂടി ഒന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ളത് ഇതാ, ഇപ്പം നമുക്കിതാ ഇത്രയുമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി പാൻസിൻ്റെ ഒരു പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തില്ലേ, അതിങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തു. എല്ലാ സൈഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കറക്റ്റായിട്ടൊന്ന് വയ്ക്കാം. ഇത് നമ്മൾ ഫ്രണ്ട് പീസിൽ ഒരു ഡിസൈൻ പോലെ വെക്കാനാണ്. ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കുറച്ച് തുണി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത്, നമ്മൾ എത്രത്തോളം ലെങ്ത്തിലാണ് ഇത് വെക്കുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി എടുക്കുക. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു സ്ലോപ്പും എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് എത്രത്തോളം ഇറക്കമാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കാണുന്നില്ല. ഞാനിതൊന്ന് ജസ്റ്റ് നീക്കി വെച്ച് കാണിക്കാം. ഇതാ ഇത്രയുമാണ് ഞാൻ ഇറക്കത്തിനായിട്ട് എടുത്തത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ പുറത്തേക്ക് ആ ടോപ്പിൻ്റെ അതൊന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു തുണിക്ക് നമുക്ക് ഇത്രയും ഇങ്ങനെ വേണ്ട. അപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മളിത് ആ ഒരു ടോപ്പിൽ വെക്കുമ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇതാണോ വൃത്തി, അതോ എനിക്ക് കണ്ടിട്ട് ഒരു റൗണ്ട് ഷേപ്പ് താഴെ വരുന്ന രീതിയിൽ, ഒരു കർവ് വരുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും വൃത്തി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് വളച്ച് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചിങ്ങായി കാണാം. ബൈ.